ഷിയാബ് ചുറ്റൂരാണോ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എന്താ വിശേഷം? പറ്റിക്കലിന്റെ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്താ കംപ്ലീറ്റ്? എങ്ങനെ പറ്റിക്കൽ തുടങ്ങിയാ? അത്യാവശ്യം പറ്റിക്കൽ നാട്ടിൽ നിന്ന് പറയാനായിട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കുന്നുണ്ട് പറഞ്ഞു. പറ്റിക്കുന്നുണ്ടല്ലേ? പറ്റിക്കാൻ നടക്കാണ്. അതന്നെയല്ലേ പറ്റിക്കാൻ നടക്കില്ല. അതുകൊണ്ടല്ലേ അള്ളാനെ വിളിക്കരുത്. നീ അള്ളാനെ വിളിക്കരുത്. പാവപ്പെട്ട അല്ലാതെ പിന്നെ പറ്റിച്ചിട്ട് അള്ളാനെ വിളിക്കരുത് പറയാം. ആരെ പറ്റിച്ചു? നിങ്ങൾ കണ്ടോ പറ്റിക്കുന്നത്? പിന്നെന്താ, നീയല്ലേ 10 പൈസ എവിടെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ കള്ളനാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ കള്ളനാന്ന് ഞങ്ങൾ പറഞ്ഞോ? നിങ്ങൾ കള്ളനാന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് പറയാം. അല്ല, പറ്റിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? ഉണ്ടാക്കാതെ പാവപ്പെട്ട ആളുകളെ ദീനിന്റെ പേരിൽ ചൂഷണം ചെയ്യാനെ പറ്റിക്കലെന്നാ ഞാൻ പറയാം. അല്ല, നിങ്ങൾ കണ്ടോ ഞാൻ ദീനിന്റെ പേരിൽ പറ്റിക്കുന്നത്? പോക്കറ്റിൽ വെച്ച് കണ്ടു, വീഡിയോ കണ്ടു. പിന്നെ എവിടെ പോക്കറ്റിൽ വെച്ചത് കണ്ടു? വീഡിയോ ഇട്ട് തരും. എന്നിട്ട് നിങ്ങൾ പറയും എവിടെ ഞാൻ വരേണ്ടത് അവിടെ ഞാൻ വരാം. ഞാൻ പറയട്ടെ ഒരു കാര്യം, വീഡിയോ കണ്ടിട്ട് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് കള്ളനാണ് പറ്റിക്കുന്ന അതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. ഞാൻ കള്ളെന്ന് പറഞ്ഞോ ഷിയാബേ? പറ്റിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കള്ളന്മാരല്ലേ പറ്റിക്കല്? പറ്റിക്കലും കള്ളും എന്റെ അള്ളാനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? അള്ളാനെ വിളിക്കാൻ പറ്റില്ല നിങ്ങൾ ആരാ? ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കോൾ റെക്കോർഡാണ്. നിങ്ങൾ പറഞ്ഞു അള്ളാനെ വിളിക്കരുത് പറഞ്ഞു. അള്ളാനെ ഞാൻ വിളിക്കരുത്, അള്ളാനെ വിളിച്ച് പറ്റിക്കരുത് പറഞ്ഞു. കോൾ റെക്കോർഡാണ്. അള്ളാനെ വിളിക്കരുത്, അള്ളാനെ വിളിച്ച് പറ്റിക്കരുത് പറഞ്ഞു. എവിടെ പറ്റിച്ചു എന്നുള്ളതിന് തെളിവ് എന്താ നിങ്ങൾ അത് പറയും? നാട്ടുകാരെ മൊത്തം പറ്റിച്ച് നടക്കരുതെന്ന് പറയണേ ഇപ്പൊ മതത്തിന്റെ പേരിൽ. പാവപ്പെട്ട ആളുകൾ നിനക്കൊക്കെ ഓരോ പൈസയും കാര്യങ്ങളും തരുന്നത് ആ ലെവലിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. എന്താ വെച്ചാൽ നീക്ക് പൈസ ഇട്ടോണ്ടല്ല ഈ മതം വിറ്റ്. നീ കണ്ടിട്ടുണ്ടോ? എങ്ങനെ? നീ കണ്ടിട്ടുണ്ടോ പൈസ കാര്യങ്ങൾ? ഞാൻ നീ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് നീ ഒന്നും വിളിക്കല്ലേ ഷിയാബേ. നീയൊക്കെ തങ്ങളാവണ്ടാണ്. ഷിയാബേ ഞാൻ കള്ളാന്ന് വിളിച്ചു. ഒരാളോട് സലാം പറയണോ ബന്ധം ഉണ്ടാവണമെങ്കിൽ? നീ എവിടുന്നാ പഠിച്ചത്? സലാം പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലാക്കണം. ഏതെങ്കിലും തെമ്മാടികൾ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് പറ്റിക്കാണ് ദീനിനെ പറ്റിക്കാണെന്ന് പറയുന്നത് നിനക്ക് എന്ത് അധികാരമുള്ളത്? നിന്നോട് സലാം പറഞ്ഞാൽ മാത്രമേ നിനക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. അത് നീ എങ്ങനെ കൂട്ടിക്കോ? നീ എങ്ങനെ കൂട്ടി? എന്നെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? നീ നേരിൽ കാണാൻ നീ ആരാണ്? നീ ആരല്ലേ? പിന്നെ എന്തിനാ നീ എന്റെ ഫോണിൽ കഴിച്ച? നീ ജനങ്ങളെ മൊത്തം മതത്തിന്റെ പേരിൽ പറഞ്ഞ് പറ്റിക്കുമ്പോ വിളിക്കും, ഫോണിൽ വിളിക്കും, പറ്റിക്കരുന്ന് പറയും. പറഞ്ഞോളൂ. ഞാൻ ചേർന്ന് ബ്രദറാണ്. ബ്രദറായിക്കോട്ടെ, ബ്രദറോട് ഷിയാബിനോട് സംസാരിക്കാറ്. അല്ല, ബ്രദറായിക്കോട്ടെ. നല്ലതോ പറയുന്നത് നല്ലപോലെ പറയുന്നത് നല്ലപോലെ സംസാരിക്കും. നീ നല്ലപോലെ പറഞ്ഞാൽ നിന്നോട് സംസാരിക്കുന്നത് താനെന്റെ അനിയനെ വെച്ചിട്ട് കള്ളനെ അത് ആരാണ് കള്ളനെ വിളിച്ചത്? ആരാ കള്ളനെ വിളിച്ചത്? നിങ്ങൾ കേട്ടോ? ആയിക്കോട്ടെ സുഹൃത്തെ നീ ഷിയാബിന്റെ മൂത്താപ്പയാണ് സംസാരത്തില്. നീ ഷിയാബിന്റെ അനിയനല്ല, നീ ഷിയാബിന്റെ മൂത്താപ്പയാണ്. മൂത്താപ്പ ജ്യേഷ്ഠനല്ല, മൂത്താപ്പ. ചെറ്റാണല്ലോ നീ. നീ ചെറ്റാണ് നീ. ഷിയാബ് ചുറ്റന്റെ അനിയനാണ്. ഷിയാബ് ചുറ്റന് അതായത് ഷിയാബ് ചുറ്റൂന്റെ അനിയനായ അല്ലെങ്കിൽ ഏട്ടനായ നിങ്ങൾ തന്റെ വിളിക്കും. ഷിയാബ് ചോട്ടിന്റെ ഏട്ടനായ നീ. ഷിയാബ് ചോട്ടിന്റെ ആരാ വിളിച്ചു? ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഷിയാബ് ചോട്ടിന്റെ ഫോണിൽ വിളിച്ചിട്ട് മനാഫ ചെറ്റ് നടത്തും അല്ലേ? വീഡിയോ കണ്ടിട്ട് ഈ ഫോണിൽ വിളിക്കാൻ നിനക്ക് എന്ത് അധികാരമുള്ളത്? ദീനിന്റെ പേരിൽ നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോ ചെറ്റ തെണ്ടിയെ വിളിക്കും. ഹലോ, ഷിയാബ് ചുറ്റുണ്ടോ? ജ്യേഷ്ഠനാണോ? നിങ്ങൾ ഈ വിളിക്കുന്ന ആളുകളെ തെറി അറിയോ? വിളിക്കുന്ന ആൾ ഇങ്ങോട്ട് മാന്യായിട്ട് സംസാരിച്ച് നീ അങ്ങോട്ട് നാല് പരിപാടി ഇങ്ങോട്ട് പരിപാടിയാണെങ്കിൽ അങ്ങോട്ടും പരിപാടി. ആരാണ് തെറി പറഞ്ഞത്? ആരാണ് തെറി പറയാതിരിക്കുന്നത്? അങ്ങോട്ട് പോകുന്ന റെക്കോർഡ് നിങ്ങളെ പോകുന്ന റെക്കോർഡ് കേട്ടോ വിളിക്കുന്നത്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഞാൻ കേട്ടിട്ടാ വിളിക്കുന്നത്. തെറി പറയോ നിങ്ങൾ വിളിക്കുമ്പോ? തെറി പറയോ? ഇങ്ങോട്ട് വെച്ച് തെറി പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും. ആണല്ലേ?
അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഷിയാബ് ചോറ്റൂരും നിങ്ങളൊക്കെ തെറി കുടുംബമാണോ? തനിക്ക് എന്തും പറയാം. താൻ ഒരു തെറി പറഞ്ഞിട്ട് നാളത്തെ ഔലിയാണ് കേട്ടോ നിങ്ങളെ ഏട്ടൻ. അപ്പൊ നിങ്ങള് അല്ല അനിയൻ ആക്കി പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായത്. അല്ല മനസ്സിലായോ? മനസ്സിലായി. അത് ആരൊക്കെ എന്ത് കണ്ടിട്ടാ പറയാം, എന്ത് കേട്ടിട്ടാ പറയണമെന്നുള്ളത് നമുക്കറിയാം. നമ്മളെന്താ ചെയ്യുന്നത് അവർക്കും അള്ളാർക്കും അറിയാം. അറിയാതെ പറയുന്നത് നിങ്ങളൊക്കെ മാന്യന്മാര്. ഞാൻ മാന്യന്മാരെന്ന് പറഞ്ഞോ? നിങ്ങൾ വീഡിയോ കണ്ടിട്ടും അവിടെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടുകാണ്ട് വിശ്വസിക്കാണ്ട് ഓരോന്ന് പറയുന്നത് നിങ്ങളൊക്കെ മാന്യന്മാര്. അവനെന്ത് ചെയ്യുന്നത്? അവനൊന്നും കൂടി കേൾക്കോളും. അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനും ഞാൻ പറഞ്ഞേക്ക് ഞങ്ങള് ഒരു വിളിച്ചു ചോദിക്കാൻ പറ്റും ഇങ്ങനെ വിളിച്ച തെറി പറയാൻ വേണ്ടിട്ട് നീ നിന്റെ ആര് പറഞ്ഞു ഓന്റേക്ക് ഫോൺ വാങ്ങി എന്ന് പറയുമ്പോ ഷിയാബ് ചോട്ടൂര് ഔലിയ കള്ള ഔലിയ എന്ത് വേണമായിക്കോട്ടെ കുഴപ്പമില്ല. ഞാൻ ശരി ശരി. അപ്പൊ നിങ്ങൾ റെക്കോർഡ് സഹോദര എങ്ങോട്ടൊക്കെ നിങ്ങൾ റെക്കോർഡോ എന്ത് അല്ല ജനങ്ങൾ വിൽക്കുക എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ പറയുമ്പോ ഷിയാബ് ചോറ്റൂര് ഈ കള്ളനാണ് അവൻ എന്ന് പറയുമ്പോ അവൻ ഏറ്റവും വലിയ കള്ളനാണ് ഞാൻ പറയും. കാര്യം കള്ളനാന്ന് പറയുന്നത് കള്ളനാന്ന് പറയുന്നത് സഹോദര എന്റെ തല നിന്റെ തല പോലെയല്ല അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് നാട്ടുകാരെ ഒന്നില്ല. ജനങ്ങളെ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്താ അറിയോ? അതായത് ശരിക്കും ഒന്നുമില്ല. എന്തിനാണ് ഈ ഇൽമിന്റെ പേരിൽ അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് പറയുന്നത്. അതായത് ഷിയാബ് ചോറ്റൂര് തെറി പറഞ്ഞാൽ മാത്രമാണ് പ്രശ്നം. ഷിയാബ് ചോറ്റൂരിന്റെ ഏട്ടനായ ഞാൻ തെറി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് കാര്യം. 2-3 പരാതികൾ എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അദ്ദേഹത്തെ വിളിച്ചത്. കാര്യം ഈ ഇൽമിന്റെ പേരിൽ നല്ല ലെവലിൽ പറ്റിക്കൽ നടത്തുക എന്നുള്ള സംഭവം ശരിക്കും ദീനിന് തന്നെ മോശപ്പേരാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര ലെവലിലേക്ക് വിളിക്കാൻ കാരണം. വിളിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ, അതായത് സാധാരണ രീതിക്ക് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. അതിൽ അപ്പുറത്തേക്ക് ഞാൻ പ്രഷറായിട്ടില്ല. എന്തൊക്കെയോ പറയുന്നു, തെറി അഭിഷേകം പറയുന്നു, തെറിക്കുടുംബാണോ ചോദിച്ച സമയത്ത് അത് പറയുന്നു. അപ്പൊ ഷിയാബ് ചോറ്റൂർ എന്ന് വിളിക്കരുത്, ഷിയാബ് ചോറ്റൂരിനെ ഔലിയ എന്ന് വിളിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും തൽക്കാലം സൗകര്യമില്ല എനിക്ക് എന്തായാലും. കാര്യം ഇങ്ങനെയുള്ള ആളുകൾ ദീനിന്റെ പേരിൽ ദീനിനെ വിറ്റ് ജീവിക്കുന്ന കുറെ ഊളകളുണ്ട്. അങ്ങനെ തന്നെ വേണം പറയാം. ദീനിന്റെ പേരിൽ വിറ്റ് ജീവിക്കുന്ന ഊളകൾ. ഇനി ഇതിന്റെ ബാക്കിൽ കുറെ ആളുകൾ വന്ന് തെറി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുള്ള വിഷയമൊന്നുമില്ല. കാര്യം ഇവരെ പോലുള്ള ആളുകൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത്ര കാലമായിട്ട് അത്ര ഒരു സംഭവം ഞാൻ ചെയ്തില്ല. 100% ഇനി ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. കാര്യം ഇവരൊക്കെ ശരിക്കും പാവങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ ഇവർക്കൊക്കെ 10 രൂപ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഉള്ള കണ്ടീഷനിലേക്ക് അസൂയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പാവങ്ങളെ കൊള്ളയടിക്കാനാണ്, കൊള്ളയടി തന്നെയാണത്. അത് ചാരിറ്റി ആയാലും ഇൽമായാലും ദീനി ആയാലും ഒക്കെ കണക്ക് തന്നെ കൊള്ളയടി തന്നെയാണത്.